നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ചില ബ്രാൻഡഡ് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 100% താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് എന്നിവയുടെ ഇറക്കുമതി തീരുവയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൃത്യം ഒരു വർഷം മുൻപ് ട്രംപ് പ്രഖ്യാപിച്ച ആഗോള താരിഫ് നയങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. ഫെബ്രുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയ ഡ്യൂട്ടികൾ വഴി നഷ്ടപ്പെട്ട വരുമാനം വീണ്ടെടുക്കുകയാണ് ഈ പുതിയ നീക്കത്തിന്റെ ഒരു ലക്ഷ്യം. മാത്രമല്ല, മരുന്ന് ഇറക്കുമതിയെക്കുറിച്ചുള്ള സുരക്ഷാ അന്വേഷണത്തെ തുടർന്ന് വിദേശ നിർമ്മാതാക്കൾ മരുന്ന് വില കുറയ്ക്കാനും ഉൽപാദനം അമേരിക്കയിലേക്ക് മാറ്റാനും തയ്യാറാകണമെന്ന് ട്രംപ് നിർദ്ദേശിക്കുന്നു. ഇത്തരത്തിൽ വില കുറയ്ക്കുകയും ഉൽപാദനം അമേരിക്കയിലേക്ക് മാറ്റുകയും ചെയ്യുന്നവർക്ക് നികുതിയില്ല. കൂടാതെ ചില ഉൽപാദനങ്ങൾ മാത്രം മാറ്റുന്നവർക്ക് 20% നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ രണ്ടും ചെയ്യാത്തവർക്ക് 100% നികുതി ചുമത്തുമെന്നാണ് തീരുമാനം. എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതിക്ക് നികുതി 15% പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടനുമായുള്ള പ്രത്യേക കരാർ പ്രകാരം 3 വർഷത്തേക്ക് 0% നികുതിയായിരിക്കും. ഇപ്പോൾ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാൻ വലിയ കമ്പനികൾക്ക് 120 ദിവസവും ചെറിയ കമ്പനികൾക്ക് 180 ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് പകുതിയായി കുറച്ചുകൊണ്ടും ലോഹത്തിന്റെ അളവ് വളരെ കുറവായ ഉൽപ്പന്നങ്ങളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുമുള്ള പ്രത്യേക വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് എന്നിവയുടെ അടിസ്ഥാന ഇറക്കുമതിക്ക് നിലവിലുള്ള 50% നികുതി തുടരും. എന്നാൽ ഇനി മുതൽ ഈ നികുതി ഈടാക്കുന്നത് ഇറക്കുമതി മൂല്യത്തിനനുസരിച്ചല്ല, മറിച്ച് ആ ലോഹങ്ങളുടെ അമേരിക്കയിലെ വിൽപ്പന വിലയെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രാക്ടർ ഭാഗങ്ങൾ മുതൽ സ്റ്റീൽ സിങ്കുകൾ വരെയുള്ള ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളിലെ ലോഹത്തിന്റെ അളവ് കണക്കാക്കുന്നതിലെ സങ്കീർണതകൾ ഒഴിവാക്കാനാണ് ഈ മാറ്റം. 15% താഴെ മാത്രം ലോഹമുള്ള ഉൽപ്പന്നങ്ങളെ ഇനി നികുതിയിൽ നിന്ന് ഒഴിവാക്കും. കൂടാതെ വ്യവസായ ഡാറ്റാ സെന്റർ വികസനത്തെ സഹായിക്കുന്നതിനായി ചില വ്യവസായ ഉപകരണങ്ങളുടെ നികുതി 50% നിന്ന് 15% 2027 വരെ കുറച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ലോകവ്യാപകമായി 10% മുതൽ 50% വരെ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷം മുൻപ് ട്രംപ് പ്രഖ്യാപിച്ച ലിബറേഷൻ ഡേ നയത്തിന്റെ വാർഷികത്തിലാണ് ഈ പുതിയ നീക്കങ്ങൾ. പഴയ നയം വലിയ നിയമ പോരാട്ടങ്ങൾക്കും ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിനും കാരണമായിരുന്നു. ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ആ നികുതികൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഏകദേശം $166 ബില്യൺ തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ തകർന്ന ആഗോള വ്യാപാര സംവിധാനത്തെ പുനഃക്രമീകരിക്കാൻ ഈ നികുതികൾ ആവശ്യമാണെന്നും ഇത് അമേരിക്കയിൽ പുതിയ ഫാക്ടറികൾ വരാൻ സഹായിച്ചെന്നും US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീർ ന്യായീകരിച്ചിരുന്നു. അതേസമയം ഒരു വർഷമായി നിലനിൽക്കുന്ന ഉയർന്ന നികുതി നിരക്കുകൾ വിലക്കയറ്റത്തിന് കാരണമായെന്നും പുതിയ മാറ്റങ്ങൾ ആരോഗ്യ സംരക്ഷണ ചെലവ് വർദ്ധിപ്പിക്കുമെന്നും US ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ സ്റ്റീൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റീൽ വ്യവസായത്തിന്റെ പുനരുജ്ജീവനത്തിന് ഈ കൃത്യമായ ലക്ഷ്യത്തോടുള്ള നികുതി പരിഷ്കരണം സഹായിക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് ബെല്ലും പറയുന്നു. താരിഫുകൾ മൂലം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ഇന്ത്യൻ കമ്പനി സൺഫാർമയാണെന്ന് ജെഫ്രീസ് വിലയിരുത്തുന്നുണ്ട്. കമ്പനിക്ക് ഇതിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ആഘാതം നിയന്ത്രണ വിധേയമായിരിക്കുമെന്നും പറയുന്നു. കാരണം 100% വരെ നികുതി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ജനറിക് മരുന്നുകളെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്പെഷ്യാലിറ്റി മരുന്നുകളുടെ വലിയ ശേഖരമുള്ള കമ്പനികളെയായിരിക്കും കൂടുതൽ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. ഈ വിഭാഗത്തിൽ സൺഫാർമയാണ് മുൻപന്തിയിലുള്ളത്. ഇതാണ് കമ്പനിക്ക് തിരിച്ചടിയാകുന്നത്. കമ്പനിയുടെ വരുമാനത്തിന്റെ ഏകദേശം 1/5 വരുന്നത് നൂതന മരുന്നുകളിൽ നിന്നാണ്. ഇവ സാധാരണ ജനറിക് മരുന്നുകളിൽ നിന്ന് വിലയിലും ലാഭഘടനയിലും വ്യത്യസ്തമാണ്. ഡെർമറ്റോളജി, സ്പെഷ്യാലിറ്റി തെറാപ്പികൾ എന്നിവയുൾപ്പെടെ അമേരിക്കൻ വിപണിയിലെ പ്രധാന ഉൽപ്പന്നങ്ങളാണ് ഈ ഭീഷണി നേരിടുന്നത്. ഇന്ത്യൻ ഫാർമ കയറ്റുമതിയിൽ ആധിപത്യം പുലർത്തുന്ന സാധാരണ ജനറിക് ബിസിനസിന്റെ ഭാഗമല്ല ഈ ഉൽപ്പന്നങ്ങൾ. ഈ വ്യത്യാസം കാരണം വില നിർണയത്തിലോ ഇറക്കുമതി നയത്തിലോ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും സൺഫാർമയുടെ വരുമാനത്തെ നേരിട്ട് ബാധിച്ചേക്കാം. ഇത്തരം വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും ഏറ്റവും ഉയർന്ന നികുതി നിരക്കുകൾ സൺഫാർമയുടെ ബിസിനസിനെ പൂർണ്ണമായി ബാധിക്കുമെന്നും ജെഫ്രീസ് കരുതുന്നില്ല. കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങളും അവയുടെ ഉൽപാദന കേന്ദ്രങ്ങളും പരിശോധിച്ചാൽ ഭൂരിഭാഗം മരുന്നുകളും യൂറോപ്പ്, ദക്ഷിണ കൊറിയ അല്ലെങ്കിൽ അമേരിക്ക എന്നിവിടങ്ങളിലാണ് നിർമ്മിക്കുന്നത്. ഈ ഭൂമിശാസ്ത്രപരമായ വ്യാപനം റിസ്ക് കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. നികുതി ഏർപ്പെടുത്തിയാൽ പോലും സൺഫാർമയുടെ ഉൽപ്പന്നങ്ങൾക്ക് 15%-നടുത്തുള്ള നികുതി മാത്രമാണ് നൽകേണ്ടി വരിക. ഇത് കമ്പനിയുടെ വരുമാനത്തെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന ആശ്വാസം നൽകുന്നുണ്ട്. ജനറിക് മരുന്നുകൾക്ക് നികുതി ഏർപ്പെടുത്തില്ല എന്ന ജെഫ്രീസിന്റെ വിലയിരുത്തൽ ഇന്ത്യൻ ഫാർമ മേഖലയ്ക്ക് ആശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നയം നടപ്പിലായാലും മിക്ക ഇന്ത്യൻ മരുന്ന് കയറ്റുമതിക്കാരെയും അത് കാര്യമായി ബാധിക്കില്ല.
ഈ നീക്കത്തെ സെക്ഷൻ 232 അന്വേഷണവുമായി റിപ്പോർട്ട് ബന്ധിപ്പിക്കുന്നു. ചില മരുന്നുകൾക്കോ പ്രത്യേക രോഗവിഭാഗങ്ങൾക്കോ ഇളവുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. പദ്ധതികൾ ഇതുവരെ അന്തിമമായിട്ടില്ല. അതിൽ മാറ്റങ്ങൾ വരാം. ചില മരുന്നുകൾക്ക് ഇളവുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്, ജെഫ്രീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ഓഹരി വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. നികുതി സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടെങ്കിലും സൺഫാർമയുടെ സ്പെഷ്യാലിറ്റി ബിസിനസ്സും വളർച്ചാ സാധ്യതയും കണക്കിലെടുത്ത് ജെഫ്രീസ് കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയം നൽകുന്നത് തുടരുന്നു. സൺഫാർമയുടെ മൂല്യം PE അനുപാതത്തിൽ 32 ടൈംസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് സമാനമായ മറ്റ് വൻകിട കമ്പനികളെക്കാൾ കൂടുതലാണ് എന്ന് ബ്രോക്കറേജ് വിശദീകരിക്കുന്നു. 2026 തുടക്കത്തിൽ ഒരു ഓഹരിക്ക് ഏകദേശം 2100 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ജെഫ്രീസ് നൽകിയിരുന്നത്. നിലവിൽ 1700 രൂപ നിലവാരത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇത് ഏകദേശം 21% വർധനവിനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. നികുതി ചർച്ചകൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും കമ്പനി മികച്ച നേട്ടം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ബൈ റേറ്റിംഗ് തന്നെയാണ് ജെഫ്രീസ് നൽകുന്നത്.